ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ക്യാഷൊക്കെ അയച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നല്ലൊരു ചെടിയൊക്കെ കാണുന്നുണ്ട്. രസമുള്ളതാണ്. ദുബായ് മോളാണിത്. ദുബായ് മോളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയാവണം കേട്ടോ. 11:55 UAE സമയം, അതായത് ദുബായ് സമയം 11:55. നല്ല രസമുള്ള മുഖം കാണിക്കണം. മുഖം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ മുഖം കാണിക്കില്ല, ബാക്കിയൊക്കെ കാണിച്ചു തരാം. ബാക്കൊക്കെ കാണിക്കുകയാണ്. ദുബായ് മോളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അതായത് നമുക്ക് ഒരേ ആവശ്യത്തിന് വേണ്ടി വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെ കാണാനുള്ളത്. ഇവിടെ ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ് ഷോപ്പ് കാണുന്നുണ്ട്. ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കണം. തിരക്കൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിരിക്കണം. ഞാനും കുഞ്ഞിപ്പോൾ പുറത്ത് പോകണം. 12-12:30 അതിനുള്ളിൽ അവിടെ ഗ്രില്ലടക്കും ചിലപ്പോൾ. ഗ്രില്ലെന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇത്തിസലാത്ത ഓഫീസിലൊക്കെ ഒന്ന് വരാണ്ടായിരുന്നു. ഇതാണ് ഇത്തിസലാത്ത ഓഫീസ്. ഇതാ കാണുന്നുണ്ടോ? പക്ഷെ അവിടെ കയറാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു. അതായത് ഞാൻ ഏകദേശം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10:11-10:45. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമായി. ഇനി കുറേ ഭാഗങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. ഒരുപാട് ഭാഗങ്ങൾ കാണാനുണ്ട് ഇവിടെ. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഒരേ എപ്പിസോഡിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പോടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ബാങ്കുകളൊക്കെ ഉണ്ട്, ഒരുപാട് ബാങ്കുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് നടക്കാനല്ല ഇഷ്ടം. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊക്കെയുള്ള ലൈഫിൽ നമുക്ക് ലൈഫിൽ എന്താ വേണ്ടത്? നടത്തം വളരെ നല്ലതാണ് ശരീരത്തിന്. ഇത് H&M, അത് ഈ അൽഷായ എന്ന് പറഞ്ഞൊരു കമ്പനി, അതിൻ്റെയാണ് ഇത്. പിന്നെ എന്താ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്, ചിരിച്ചിലൊക്കെ പോകുന്നുണ്ട്. അവർ മുഖം കാണിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അവർ ദുബായ് അക്വേറിയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട. ദുബായ് അക്വേറിയം അത് കണ്ടോളി. ഇങ്ങനെയൊക്കെ ഒന്ന് എടുക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അവർ ഒന്നും പറയുന്നില്ല. ദുബായ് അക്വേറിയം അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കണത്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മീനൊക്കെ അവിടെ കാണുന്നുണ്ട്. ഒരാളെ അവിടെ പോകുന്നുണ്ട്, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹലോ, മലയാളി ഉണ്ട്. പക്ഷെ അവളെ മൈൻഡ് ചെയ്യാതെ പോണേ. ആൾ മൈൻഡ് ചെയ്യാതെ പോയി. ആൾക്ക് ഇഷ്ടമെല്ലാം ഉണ്ട്. യൂട്യൂബിൽ കാണുന്നത് ഇഷ്ടമെല്ലാം ഉണ്ടാവും. ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കണ്ട. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവട്ടെ. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേ ഇതൊക്കെ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മളാണ് മരിക്കും. ഇതൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി ഇത് കണ്ടിട്ട് അല്ലേ അവർക്കൊരു പ്രചോദനമാവും. അത്രേ ഉള്ളൂ, വേറെ ഇപ്പോൾ ഒന്നുമില്ല. പേര് പ്രചോദനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഒരേ കൺസെപ്റ്റ് അല്ലേ. എൻ്റെ കൺസെപ്റ്റ് ഇപ്പോഴത്തെ സംബന്ധിച്ച് എൻ്റെ കൺസെപ്റ്റ് ഇതാണ്. അതായത് ഒരു സോഷ്യൽ വർക്കർ ആവുക, അതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. നാട്ടിൽ സെറ്റിലാകുമ്പോൾ ഒരു സോഷ്യൽ വർക്കർ ആവുക. ഇപ്പോൾ ഇതുവരെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റേതായ കാര്യങ്ങളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വർക്കൊക്കെ ചെയ്ത്. ഇപ്പോൾ ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യണത്. ദുബായ് മോളിലാണ് ഇപ്പോൾ ഞാൻ ചുറ്റിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പണക്കാരനാവുക എന്നുള്ള ഒരു ലക്ഷ്യം. പണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പണം എല്ലാത്തിനൊരു
പോകാൻ വഴിയാണോ എന്ന് ചോദിച്ചാൽ ആണ് താനും, അല്ലെങ്കിലോ എല്ലാ താനും. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഹായ്, ഒരു സ്രാവ് നമ്മളെ വന്നിട്ട് അങ്ങനെ കൊണ്ട് ഹായ് അവരോട് ഹായ് പറഞ്ഞപ്പോൾ അവരങ്ങനെയാണ് പോയി. കണ്ടോ, മീനുകളൊക്കെ ഹായ് വന്നിട്ട് പോകും. ഹലോ ഹായ് ഹായൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നുണ്ട്. ഞാൻ പറയണത് തെറ്റ് ശരികളുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ശരിയായിട്ട് കൺസെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ആ രീതിയിൽ ജനിച്ച് വന്ന ആളാണ്. ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. നല്ല രസമുള്ളതാ. ഉണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് തിങ്സാണ് ഇതൊക്കെ കാണുമ്പോൾ. മോളൊക്കെ കാര്യമല്ല തുടങ്ങി, ആളുകളൊക്കെ പോകൽ തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോള് കാര്യമാകുമ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടം. നമ്മളൊറ്റക്ക് മോളുകളൊക്കെ കണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കണ്ട്. ഈ നമ്മൾ രാത്രിയിൽ വരുമ്പോൾ രസോട്ടാ, ആളുകളൊന്നും അധികം ഇല്ലാതൊക്കെ വരുമ്പോഴാണ് നല്ല രസം. ആളുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ചില ആളുകൾ ദേഷ്യം പിടിക്കും അവരുടെ മുഖം കാണിക്കുമ്പോഴേ. അപ്പോൾ അവർ പറയും ഹു ആർ യു, വൈ യു ടേക്കിംഗ് വീഡിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഷെയ്മേഡായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് ചിലവർ ഒഴിവാകും, ചിലവർ സമ്മതിക്കില്ല. ഇവിടെ ഒരു പയ്യൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. വേർ യു ഫ്രം? Hyderabad, bro. Hyderabad, India. India, Hyderabad है. आई एम ब्लॉगर. अच्छा, ठीक है bro. अच्छा है बंदा, सही है. नाम क्या है? नाम मेरा श्रीधर. श्रीधर. ओके താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. ആ പയ്യ ഒരു പാവം ക്ലീനറൊക്കെ ആകുമ്പോൾ നമുക്ക് സപ്പോർട്ട് തരും. അവർക്ക് ഒരു രസമാണ്, അവർക്ക് നല്ല ഇഷ്ടമാണ് ഇതേപോലെയൊക്കെ യൂട്യൂബിലൊക്കെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും അവരും. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ അവർ സപ്പോർട്ട് തരും. അവർ പറയും ഓ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തോന്ന് പറയും. പക്ഷെ ഗസ്റ്റുകൾ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇതിലിവിടെ കറങ്ങാൻ വരുന്ന ആളുകളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സമ്മതിക്കില്ല. അവർക്ക് ചിലപ്പോൾ ഷെയ്മേഡായി തോന്നും. നമ്മൾ ചെറിയ ചാനലൊക്കെ അല്ലേ, അതിൻ്റെ പേരിലാവും. നമ്മളൊരു അറിയപ്പെടുന്ന ആളായി മാറുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ, എല്ലാം ചെങ്കി, ജയറാം പോലൊന്നുമല്ലല്ലോ. നമ്മൾ പാവം ഒരു അഷ്റഫ്, ഇത്രേ ഉള്ളൂ. എന്തായാലും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനി ഒരുപാട് വരും. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതിപ്പോൾ എന്ത് വന്നാലും നമ്മളിങ്ങനെ ഇതേപോലെയൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ ആ ഒരു ഫിലിപ്പിനെ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ലോണ്ട് അത് അങ്ങനെയാണ്ട് പോയി. വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്തു തരും. ചില ആളുകളിതാ, ചിലർ ഒന്നും പറയുന്നില്ല, ചില ആളുകൾ പറയും. പറഞ്ഞവരോട് പോയി വേണമെന്ന് വെച്ചാൽ പോകും. ഒരു വർക്കറാണ്, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ എന്തായാലും പറയണമെന്നുണ്ട്, ഒന്നും പറഞ്ഞില്ല ആള്. എന്തായാലും നമ്മുടെ മെട്രോ ലൈനൊക്കെ എത്താനായി. ഞാൻ അങ്ങനെ തുണികളിൽ കൂടെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. അതായത് യഷോക്ക് കാസിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. ഇതാ ഗ്രാൻഡ് സ്റ്റോറീസ് ഡിജിറ്റൽ. ഇവിടുന്ന് നിൽക്കൊരു ഇതൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവിടുന്ന് നല്ലൊരു ക്യാമറ, അതേപോലെ ഒരു വീഡിയോ, ഇതിനുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ സാവധാനം വാങ്ങുമോ. ഇപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് പോകണം പോലെ മൊബൈലിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ ഞാൻ പതുക്കെ നമുക്ക് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്നൊരു ചൊല്ലുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങാണ്, ഒക്കെ ശരിയാവും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ,
താങ്ക് യു വെരി മച്ച്. ഇത് ഒരു ലേശം ലോങ് വീഡിയോ ആയി പോയി, എന്നാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ.